വളരെ ചെറുപ്പം മുതൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാത്തതെന്ന്. ഉത്തിതനായ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഒരുപക്ഷെ ആർക്കായിരിക്കും? ബൈബിളിൽ പറയുന്നത് മഗ്ദലേന മറിയത്തിനാണെന്നാണ്. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്കായിരിക്കുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്കും അങ്ങനെ തന്നെ വിശ്വസിക്കാനല്ലേ ഇഷ്ടം? നമുക്കറിയാം, ഈശോയുടെ ഉയർപ്പാണ് നമ്മുടെ പ്രത്യാശ. മഗ്ദലേന മറിയത്തെ പോലെ ഈശോയെ നിഷ്കളങ്കമായി സ്നേഹിച്ച ആരുമില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് മഗ്ദലേന മറിയത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അസൂയ തോന്നാറുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ അതിലൊക്കെ എത്രയേറെ ഇരട്ടിയായി ഈശോയെ സ്നേഹിച്ചിട്ടുണ്ടാവാം. പാപികൾ എത്രയേറെ സ്നേഹിക്കുന്ന കർത്താവിന് ജന്മപാപം പോലും ഇല്ലാതെ ജനിച്ച് തനിക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച് ഉദരത്തിൽ സംവഹിച്ച് പാലൂട്ടി വളർത്തിയ പരിശുദ്ധ അമ്മയെ മറക്കാൻ സാധിക്കുമോ? അമ്മയുടെ സങ്കടം കാണാതെ പോകുമോ? ഉത്ഥാനത്തിന് ശേഷം ആദ്യമായി ആ മകൻ അമ്മയെ കണ്ടുമുട്ടിയ നിമിഷത്തിലെ സന്തോഷം നമുക്ക് ചിന്തിക്കാനാവുമോ? ആ സ്വർഗീയ നിമിഷങ്ങൾ ധ്യാനിക്കാൻ തന്നെ എത്ര മനോഹരമായിരിക്കും. ഈശോയുടെ ഉത്ഥാനം പുലർച്ചെ 3 മണിക്കാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്, അതായത് നേരം വെളുത്ത് തുടങ്ങിയപ്പോഴാണ് മഗ്ദലേന മറിയവും മറ്റേ മറിയവും യേശുവിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോയത്. അമ്മ അവരുടെ ഒപ്പം കല്ലറയിലേക്ക് പോയിട്ടില്ല. അമ്മ പോകാതിരിക്കാൻ എന്തായിരിക്കാം കാരണം? ഈശോ ഉയർത്തെഴുന്നേറ്റുവെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നുവെങ്കിൽ, ഈശോ അമ്മയുടെ അടുത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ആദ്യം കല്ലറയിലേക്ക് ഓടുന്നത് പരിശുദ്ധ അമ്മ തന്നെ ആയിരുന്നിരിക്കില്ലേ? അപ്പോൾ ഈ 3 മണിക്ക് ഉയർത്തെഴുന്നേറ്റ ഈശോ നേരം വിളിക്കുന്നത് വരെ എവിടെയായിരുന്നിരിക്കും? അത് പരിശുദ്ധ അമ്മയുടെ അടുത്തല്ലാതെ മറ്റെവിടെയായിരിക്കാനാണ് സാധ്യത? മാനുഷികമായി ചിന്തിച്ചാൽ പോലും ഇത് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. 33 വയസ്സുള്ള തൻ്റെ മകൻ കൺമുമ്പിൽ വെച്ച് ഏറ്റവും വലിയ പീഡ സഹിച്ച് മരിച്ചതിൻ്റെ ഓർമ്മ അമ്മയുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. കണ്ണടച്ചാൽ വേദന കൊണ്ട് പുളയുന്ന മകൻ്റെ മുഖമാണ്, രൂപമാണ് മനസ്സിൽ. ഉറങ്ങാൻ പോയിട്ട് കണ്ണടയ്ക്കാൻ പോലും സാധിക്കാതെ അമ്മ തളർന്ന് മുറിയുടെ ഒരു കോണിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ജലപാനം പോലും നടത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു അമ്മയെ കണ്ടില്ലെന്ന് നടിക്കാൻ ഏതെങ്കിലും ഒരു മകന് സാധിക്കുമോ? മക്കൾ മരിച്ചാൽ ഏറ്റവും വേദന അനുഭവിക്കുന്നത് മാതാപിതാക്കൾ തന്നെയല്ലേ? വരുന്നവരെല്ലാം ദുഃഖിക്കും, കരയും. എങ്കിലും ഏറ്റവും വലിയ നഷ്ടവും ഹൃദയവേദനയും മാതാപിതാക്കൾക്ക് മാത്രമല്ലേ? അങ്ങനെ പുത്രനെ നഷ്ടപ്പെട്ട ഹൃദയം നുറുങ്ങിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ആ മകന് ഓടിയെത്താതിരിക്കാനാകുമോ? ഈശോയെ ഉദരത്തിൽ സംവഹിച്ചതു മുതൽ പരിശുദ്ധ അമ്മ അനുഭവിച്ചത് മനുഷ്യദൃഷ്ടിയിൽ ഒട്ടും സന്തോഷകരമായ ജീവിതമായിരുന്നില്ല. എല്ലാവരും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് പറഞ്ഞെങ്കിലും അമ്മയുടെ ജീവിതം ഭാഗ്യം നിറഞ്ഞതൊന്നുമല്ലായിരുന്നു. ഈ 33 വർഷക്കാലം തനിക്ക് വേണ്ടി മാത്രം എല്ലാം വേണ്ടെന്ന് വെച്ച് ജീവിച്ച അമ്മയ്ക്ക് ആ മകന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷമായിരിക്കില്ലേ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആദ്യം അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്ന അമ്മ എന്ന് പറയുന്നത്? നേരം പുലരുന്നത് വരെ അമ്മയും മകനും സംസാരിച്ചുകൊണ്ടിരുന്നിരിക്കും. എത്ര സ്വർഗീയ ആനന്ദത്തിൻ്റെ നിമിഷമായിരിക്കും അത്. അത് ഓർക്കുന്നത് തന്നെ നമുക്കും സന്തോഷം തരുന്നില്ലേ? ആ സന്തോഷത്തിൽ പുലർച്ചെ അമ്മയൊന്ന് മയങ്ങിക്കാണും. അപ്പോഴേക്കും ഉത്തിതനായവനെ ഞങ്ങളാണ് ആദ്യം കണ്ടതെന്ന് പുറത്ത് ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ടാവാം അമ്മ ഉറക്കം ഉണർന്നത്. ഒരു ചെറുപുഞ്ചിരിയോടെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മ ഒന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. എളിമയുടെയും സ്നേഹത്തിൻ്റെയും നിറകുടമായ അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി അതും വിട്ടുകൊടുത്തിട്ടുണ്ടാവും. മകനെ മരണത്തിന് വിട്ടുകൊടുത്തതിലും വലുതല്ലോ ഈ സ്നേഹം. അമ്മ പറയാതെ എങ്ങനെ ശിഷ്യന്മാർ അറിയും ഈശോ അമ്മയുടെ അടുത്ത് വന്നുവെന്ന്? അതിനാൽ നിഗൂഢമായ ആനന്ദം അമ്മ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാവും. ഇതല്ലേ നമുക്ക് ആഗ്രഹിക്കാനും കേൾക്കാനും ഇഷ്ടം? ആ അമ്മയുടെ 33 വർഷത്തെ ദുഃഖം സന്തോഷമായി മാറിയ ആ നിമിഷം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് പറഞ്ഞ ഈശോ എങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ മാറ്റി നിർത്തും? അപ്പൻ്റെ പ്രിയപുത്രിയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയമായ അമ്മയെപ്പോലെ ഉത്തിതൻ്റെ ആനന്ദത്തിൽ നമുക്കും ആയിരിക്കാം. ഹൃദയത്തെയും മനസ്സിനെയും ചിന്തകളെയും പ്രവൃത്തികളെയും എല്ലാം ഉത്തിതൻ്റെ സ്നേഹത്താൽ നമുക്ക് വിശുദ്ധീകരിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.